ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് നമുക്ക് വെബ് ഹൂക്ക് വഴി ചെയ്യാം. ഒന്ന് ഓപ്ഷൻ ട്രേഡിംഗ് വെബ് ഹൂക്ക് വഴി ചെയ്യാം, ഫ്യൂച്ചേഴ്സ് വെബ് ഹൂക്ക് വഴി ചെയ്യാം, ഈക്വിറ്റീസ് വെബ് ഹൂക്ക് വഴി ചെയ്യാം, കമോഡിറ്റീസ് വെബ് ഹൂക്ക് വഴി ചെയ്യാം. അതിൻ്റെ ഈ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ്, ഈക്വിറ്റീസിൽ തന്നെ മൾട്ടി സെഗ്മെന്റ്സ് നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്ഷനും ഒരു ഫ്യൂച്ചറും ഒരുമിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണോ, അതും നിങ്ങൾക്ക് വെബ് ഹൂക്ക് വഴി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെബ് ഹൂക്കിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ട്രേഡിംഗ് വ്യൂവിൽ കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ബാസ്ക്കറ്റ് ഓർഡേഴ്സ്, നമ്മൾ ഓൾറെഡി ബാസ്ക്കറ്റിൽ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും വെബ് ഹൂക്ക് വഴി സാധിക്കും. സോ അതിനിപ്പോൾ ആദ്യം വേണ്ടുന്നത് എന്താണ്, നമ്മൾ വെബ് ഹൂക്കിൻ്റെ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് മാനേജ് സ്റ്റാറ്റസ് ഓഫ് വെബ് ഹൂക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റാറ്റസ് ഫോർ വെബ് ഹൂക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ആക്റ്റീവിലാണ്. അവിടെ നിങ്ങൾ മാനേജ് കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനാക്റ്റീവ് എന്ന് കാണും, അവിടെ നിങ്ങൾ ആക്റ്റീവ് കൊടുക്കുക. ആക്റ്റീവ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു URL കാണും കേട്ടോ. ഈ URL ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അങ്ങനെ നിങ്ങൾ ഇവിടെ ജനറേറ്റ് URL എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു URL ക്രിയേറ്റ് ആകും. ആ URL ടോക്കൺ വാലിഡിറ്റി, URL എന്ന് പറയുന്നത് ഇതിനൊരു ടോക്കൺ ആണ്. എവിടെയൊക്കെയാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ധനിലേക്കുള്ള കണക്ഷനെയാണ് ഈ പറയുന്ന ടോക്കൺ എന്ന് പറയുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു URL ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നിന്നും ധനിലേക്ക് എക്സിക്യൂഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ പാത്താണ്. അപ്പോൾ അതിന് തന്നെ വാലിഡിറ്റി ഉണ്ട്. നോർമലി അത് ധൻ റെക്കമെൻഡ് ചെയ്യുന്നത് 24 hours കഴിയുമ്പോൾ നിങ്ങൾ URL മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം നമുക്ക് എത്ര പീരീഡ് വരെ ഒരു URLനെ നമുക്ക് പീരീഡ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ 7 days ഉണ്ട്, 15 days ഉണ്ട്, 30 days വരെ വാലിഡിറ്റി ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ 24 hours ഒരു വെബ് ഹൂക്ക്, അതിനർത്ഥം എന്താണ്, ഈ പറയുന്ന ലിങ്ക് എന്ന് പറയുന്നത്, അതായത് ഈ പാത്ത് 24 hours വാലിഡിറ്റിയേ ഉള്ളൂ. നമ്മൾ എപ്പോൾ ജനറേറ്റ് ചെയ്യുന്നു അത് മുതൽ 24 hours. ആ 24 hours കഴിയുമ്പോൾ ആ ടോക്കൺ അവസാനിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു പാത്ത്, ആ ഒരു ടോക്കണിന്റെ വാലിഡിറ്റി കഴിയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും വിഷമിക്കാനില്ല. ഒന്നുകിൽ നിങ്ങൾ 30 ഇനി പുതുതായിട്ട് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് എവിടെ വരിക, വെബ് ഹൂക്ക് എടുക്കുക, ഈ സ്റ്റാറ്റസ് പോവുക, അവിടെ ഇപ്പൊ ഹൈഡ് എന്ന് കാണിച്ചിരിക്കുന്നത്, അപ്പൊ മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. അവിടെ നിന്ന് നിങ്ങൾക്ക് വെബ് ഹൂക്ക് എടുക്കാം, നിങ്ങൾക്ക് വീണ്ടും അതിന്റെ വാലിഡിറ്റി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കോപ്പി ചെയ്യുക. ഇത് ഈ URL ഞാനിപ്പോൾ കോപ്പി ചെയ്തു. ഇനി നമ്മൾ എവിടെ പോകണം? Investments in the securities market are subject to market risk. Read all the related documents carefully before investing.